PCBയുടെ തെറ്റായ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധം. കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വരാപ്പുഴ ടൗണിൽ മെയ് 20-ന് പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിക്ക് കാരണം ജൈവ മാലിന്യങ്ങളാണെന്ന PCBയുടെ തെറ്റായ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും നഷ്ടപരിഹാരം നൽകുക, PCBയിലെ അഴിമതി അന്വേഷിക്കുക, മലിനീകരണം തടയാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുക, PCBയുടെ തെറ്റായ റിപ്പോർട്ട് തള്ളിക്കളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി വരാപ്പുഴയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പുരുഷനേലൂർ മുഖ്യ പ്രഭാഷണം നടത്തി. എന്നത് വ്യക്തമല്ല. കാരണം നമ്മുടെ എല്ലാം പ്രതികരണങ്ങൾ അത്രത്തോളം മോശമാണെന്നുള്ളതാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ച മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളും രംഗത്തിറങ്ങി എന്നതൊഴിച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ കടമകൾ നിർവഹിച്ചു എന്നതൊഴിച്ചാൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചുള്ള ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പെരിയാറിന്റെ ബണ്ടിന് മുകളിൽ മത്സ്യക്കുരുതി സംഭവിച്ചു. അതിന് താഴേക്കൊഴുകി ഏതാണ്ട് 20 കിലോമീറ്റർ സ്ട്രെച്ച്, 20 കിലോമീറ്റർ നീളത്തിൽ മത്സ്യങ്ങൾ ഒന്നാകെ ചത്തൊടുങ്ങി എന്ന് മാത്രമല്ല, ആ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി അതിന്റെ ജീവൻ നിലനിർത്തുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും നാശമടഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു ദുരന്തം ഇനി അത്തരമൊരു പച്ചപ്പിലേക്ക് അല്ലെങ്കിൽ പെരിയാറിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആകണമെങ്കിൽ 6 മാസം കൊണ്ട് ഒരുപക്ഷെ കുറച്ച് മീനുകൾ തിരിച്ചു വരാം. പക്ഷേ ആ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. കാരണം നമ്മൾ നേർക്കണ്ണുകൊണ്ട് കാണാത്ത, നേർക്കാഴ്ചയിൽ കാണാത്ത സൂക്ഷ്മജീവികളും അതിനോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും എത്രത്തോളം ദുർബലമാവുകയും പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്ത് പുനഃസൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ ടാസ്കാണ്. അതിന് വലിയ പഠനങ്ങൾ വേണ്ടിവരും. ഓരോ മേഖലയും തിരിച്ചുകൊണ്ട് ആ മേഖലയിൽ വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ടല്ലാതെ പെരിയാറിനെ നമ്മൾക്ക് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. അത്തരം വലിയൊരു ദുരന്തത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാതെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു റിപ്പോർട്ട് പറയുന്നത്. എന്താ പറഞ്ഞത്? ദുരന്തം നടന്ന് 3ാമത്തെ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുകയാണ് കളക്ടറോട്, ഇത് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചൊരു ദുരന്തമാണ്. മുകളിലെ വെള്ളം, ഓക്സിജൻ ഇല്ലാത്ത വെള്ളം താഴെയുള്ള വെള്ളവുമായി കൂടിക്കലർന്ന് മത്സ്യങ്ങൾ ചത്തതാണ്. എത്രത്തോളം വിഡിത്തം നിറഞ്ഞ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു വിശദീകരണമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയതെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമെന്നുള്ളത്. സ്വപ്നലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷീല അശോകൻ, KB അജയ് ഘോഷ്, PS മുരളി, ബാബുനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വരാപ്പുഴ.